ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുക്കും. പ്രതിനിധി അയക്കാൻ തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കരുത് എന്ന ആവശ്യം അംഗീകരിച്ചതിനെ NSS സ്വാഗതം ചെയ്തു. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പ്രതിനിധിയും ഉണ്ടാകും അല്ലേ? NSS സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യമുള്ളതാണ്. അത് പിണറായി വിജയൻ അധികാരമേറ്റ സമയം മുതൽ ഈ സമയം വരെ, ഈ കഴിഞ്ഞ സമയങ്ങൾ വരെ NSSും സംസ്ഥാന സർക്കാരും തമ്മിൽ, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും സംസ്ഥാന സർക്കാരും തമ്മിൽ സ്വരച്ചേർച്ചയിലൊന്നും അല്ലായിരുന്നു. ഇപ്പോ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വന്നതിന് പിന്നാലെ നാമജപ ഘോഷയാത്ര കേരളത്തിൽ ഉടനീളം നടത്തുകയും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി CPM ഉണ്ടാവുകയും എല്ലാം ചെയ്തിരുന്നു. വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പരസ്യമായി NSS തന്നെ സ്ഥാനാർത്ഥി നിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, NSSന് പിന്തുണ പരസ്യമായ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ NSS സംസ്ഥാന സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുകൊണ്ട് കാണാൻ കഴിയുന്നത്. അവർ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു. സുകുമാരൻ നായർ വിശദീകരണക്കുറിപ്പ് ഇറങ്ങി. BJPയുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അങ്ങനെ വിശദീകരണക്കുറിപ്പ് ഇറക്കിയത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിനകത്ത് അത് രാഷ്ട്രീയത്തിന് അതീതമാകണം. അത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അതിനകത്തേക്ക് ക്ഷണിക്കരുത്. പൂർണ്ണതോതിൽ അയ്യപ്പ ഭക്തന്മാർ വേണം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്ന ആവശ്യമടക്കം ഉന്നയിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ ഏകദേശം അത് അംഗീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിളിക്കാതെ ആ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. ഈ പശ്ചാത്തലത്തിലാണ് NSSന്റെ പ്രതിനിധി അയക്കാൻ വേണ്ടിയുള്ള തീരുമാനം സുകുമാരൻ നായർ എടുത്തിരിക്കുന്നത്. NSSന്റെ പ്രതിനിധി അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാർ തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു മഞ്ഞുരുക്കത്തിന്റെ സ്വഭാവത്തിലേക്ക് NSS സംസ്ഥാന സർക്കാർ CPM തർക്കം പോകുന്നു എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി അതിനെ വിലയിരുത്താം. അമൃത പഠിക്കാൻ. സേഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.